ഈശോയുടെ സ്നേഹത്തോടെ ഇന്ന് കൈത്താൻ കാലത്തിലെ 7ാമത്തെ ഞായറാഴ്ച, അവസാനത്തെ ഞായറാഴ്ച. ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വചനഭാഗം മത്തായി സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിലെ 19 മുതൽ 24 ഉൾപ്പെടെയുള്ള വചനഭാഗങ്ങളാണ്. യഥാർത്ഥ നിക്ഷേപം നമ്മൾ എവിടെ കരുതി വെച്ചാലാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. അതാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് സഭ നമുക്ക് തന്നിരിക്കുന്ന വിഷയം. ഇന്ന് നമ്മുടെ പഴയ നിയമത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നോഹ പെട്ടകം നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് വായിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മഴയും ഇല്ലാതിരുന്ന സമയത്താണ് ദൈവം നോഹയോട് പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറയുന്നത്. അപ്പൊ നോഹ ഉണ്ടാക്കുന്നത് ചെറിയ പെട്ടകമൊന്നുമില്ല, ഒന്നൊന്നര പെട്ടകമാണ്. അവന് പർവ്വതത്തിന്റെ മുകളിലേക്ക് പൊക്കമുള്ള സ്ഥലത്തേക്ക് കയറി നോഹ പെട്ടകത്തിന്റെ പണി തുടങ്ങുമ്പോൾ കാണുന്നവരെല്ലാം നോഹയെ നോക്കി പുച്ഛിച്ചുകൊണ്ടിരുന്നു. അവരോട് പറഞ്ഞു, നിനക്ക് തലയ്ക്ക് വട്ടാണ്, ഇവനെന്തോ ഭ്രാന്ത് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ദൈവം സംസാരിക്കുന്നത് മറ്റാരും കേട്ടിട്ടില്ല, നോഹ മാത്രമേ കേട്ടിട്ടുള്ളൂ, മറ്റാരും അതിനെ കുറിച്ച് കേട്ടിട്ടില്ല. അതുകൊണ്ട് നോഹ ചെയ്യുന്നത് മുഴുവനും മണ്ടത്തരമാണ് എന്ന്, ഭ്രാന്താണെന്ന് ലോകം വിലയിരുത്തുകയാണ്. വേണമെങ്കിൽ നോഹയ്ക്ക് ഒരു കാര്യം ചെയ്യാം, എന്റെ ചുറ്റുമുള്ള ഈ സഹോദരൻ മുഴുവൻ ഭ്രാന്തെന്ന് വിളിക്കുമ്പോൾ ദൈവം പറഞ്ഞ് ശരിയായിരിക്കും എന്ന് സംശയിച്ചുകൊണ്ട് ഈ പെട്ടെന്ന് ഉപേക്ഷിക്കാം, ഇവരെ സംതൃപ്തിപ്പെടുത്താനായിട്ട്. മനുഷ്യരെ ചുറ്റുമുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ദൈവം പറഞ്ഞ കാര്യം വേണമെങ്കിൽ നോക്കി സ്കിപ്പ് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നോഹ ചെയ്തൊരു കാര്യമുണ്ട്, മനുഷ്യരെല്ലാം എന്നെ ഭ്രാന്തരെന്ന് വിളിച്ചാലും, മനുഷ്യരാരും എനിക്ക് വില തന്നില്ലെങ്കിലും എന്റെ ദൈവം എനിക്ക് വില തരും, ഞാൻ എന്റെ ദൈവത്തെ സന്തോഷിപ്പിക്കാനായിട്ട് പരിശ്രമിക്കും. നോഹ പെട്ടെന്ന് പണി ആരംഭിച്ചു. ഇന്നത്തെ ലേഖനമാവധി യാക്കോബുസ്ലിഹയുടെ ലേഖനം വായിച്ചപ്പോ ആ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പൊ വചനം മറച്ചു വായിച്ച്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കില്ല. ഇനി സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 6-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനം, അതുപോലെ 24-ാമത്തെ വചനം കൂടെ ഇന്ന് ചേർത്ത് നമുക്ക് ധ്യാനിക്കാം. 19-ാം വചനം പറഞ്ഞിരിക്കുകയാണ്, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. നോക്കി, നമ്മൾ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും അവസാനം അവര് നമ്മളെ തിരിഞ്ഞ് ആക്രമിക്കും. നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, സ്നേഹമുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് നന്മകളും ഒരുപാട് ത്യാഗങ്ങളൊക്കെ എടുത്തു വിചാരിക്കും. അവരുടെ ഒരു ജീവിതത്തിലെ ഒരു പ്രത്യേക സമയത്ത് അവരിതെല്ലാം ആക്കുകയും നിങ്ങളെ തിരിച്ച് ആക്രമിക്കുകയും ചെയ്യും. നിങ്ങൾക്കെതിരായിട്ട് അവർ മാറും. നിങ്ങൾ നോക്കിയപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന അയൽപ്പക്കാര് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ കയ്യിലുള്ള എല്ലാം വേഗം ചെയ്ത് അവരെ നോക്കും. പക്ഷെ അവർക്ക് തിരുവോളം ഒരു തെറ്റപ്പൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെ കണ്ടുപോകാം, ഇല്ലേ? നമ്മളങ്ങനെ പറയാറില്ലേ? നമ്മുടെ ഏറ്റവും വലിയ വേദന എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ വേദന എന്താണ്? നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഉപദ്രവിച്ചാൽ നമുക്ക് വേദനിക്കുമോ? ഹൃദയത്തിൽ വേദനിക്കുമോ? ഇല്ലല്ലോ. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ നമ്മളെ ഉപദ്രവിക്കും, അവർ നമുക്കെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, അല്ലെങ്കിൽ അവർ നമുക്കെതിരെ ദുഷ്പ്രചരണം നടത്തും. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ അത്ര വലിയ വേദനയൊന്നും തോന്നില്ല. പക്ഷെ നമ്മൾ ഏറ്റവും സ്നേഹിച്ച്, ഏറ്റവും ഇഷ്ടപ്പെട്ട്, എല്ലാം അവർക്ക് വേണ്ടിയിട്ട് വ്യയം ചെയ്ത്, ആരോഗ്യം സമയമൊക്കെ വ്യയം ചെയ്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ നമുക്കെതിരെ തിരിഞ്ഞാൽ നമ്മുടെ വേദന എന്തായിരിക്കും? നമ്മൾ പറയൂല്ലേ, എന്നാലും അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചാൻ, എന്നാലും അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് 24-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ല, ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇന്നത്തെ പ്രഭാതാരാധനയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ദൈവം പറയുന്നു ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഈശോയ്ക്ക് ദൈവത്തിന് തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, ദൈവം പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾ തെളിയിച്ചു തരാം ദൈവത്തെയും മനുഷ്യരെയും എങ്ങനെ ഒരുമിച്ച് സ്നേഹിക്കാൻ സാധിക്കുമോ. അപ്പൊ ഞാനിങ്ങനെ ഒരുമിച്ച് സ്നേഹിക്കുന്ന ഉദാഹരണം, ഒരു ചെറിയ ഉദാഹരണം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ന് രാവിലത്തെ കുർബാനയ്ക്കുള്ള ഒരു കൊച്ചു ഉദാഹരണം ഇപ്പോൾ നിങ്ങളോട് പറയാം. ഒരു വിവാഹാഘോഷം മാത്രം എടുക്കുക. ഒരു ഉദാഹരണമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ടല്ലോ. അതിലൊറ്റ കാര്യം, ഒരു വിവാഹ ആഘോഷം മാത്രം എടുക്കുക. ആ വിവാഹ ആഘോഷത്തിന്റെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഭാഗമാണ്. ദൈവത്തെ മനുഷ്യരെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ സാധിക്കും.
എന്ന് നമ്മൾ ആർഗ്യൂ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഭാഗമാണ്. അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രീ-കാന കോഴ്സ് കൊടുക്കും, അതിനുവേണ്ടി വിവാഹ കാഴ്ച കൊടുക്കും, വിവാഹ സംഭാവന കൊടുക്കും, നമ്മൾ കല്യാണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും അനാഥാലയങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കും, ചിലപ്പോൾ പാവപ്പെട്ട സ്ത്രീകളുടെ കല്യാണം നടത്തുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യും. പള്ളിയിൽ തിരുക്കർമ്മങ്ങൾക്ക് നമ്മൾ അൽത്താരയൊക്കെ അലങ്കരിക്കാനായിട്ട് 3-4 ബൊക്കെ വെക്കാനൊക്കെ കാശ് കൊടുക്കും. ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ ഒരു 5-6 ബൊക്കെയൊക്കെ നമ്മളുടെ പള്ളിയിൽ അവിടെ ഇവിടെയൊക്കെ വെക്കാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തു. ഇനി രണ്ടാം ഭാഗം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം. പള്ളിയിൽ നിന്ന് രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ കമനീയമായി അലങ്കരിക്കപ്പെട്ടിട്ടുള്ള കൺവെൻഷൻ ഹാൾ, അതിന്റെ പടിക്കിലേക്ക് ചെല്ലുമ്പോഴേക്കും മധുരകരമായിട്ടുള്ള ഗാനാലാപനങ്ങളും മ്യൂസിക്കിന്റെ അകമ്പടികളൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങും. അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും നമുക്ക് ലൈം ജ്യൂസ് വേണോ, നമുക്ക് തണ്ണിമത്തന്റെ ജ്യൂസ് വേണോ, നമുക്ക് മിന്റ് വേണോ എന്ന് ചോദിച്ച് നമുക്ക് തരാൻ വേണ്ടിയിട്ട് റിസപ്ഷനിസ്റ്റുകൾ നിൽക്കുകയാണ്. അതൊക്കെ നമ്മൾ കഴിച്ചു. അതിനെ തുടർന്ന് നമുക്ക് അടുത്ത കോഴ്സ് വിളമ്പുകയായി. അതെന്താണ്? ഈ ചിക്കൻ്റെ എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഐറ്റംസ്, അതിന് കൂടെ ഉള്ള ചെറിയ ചെറിയ എന്താ പറയാ സോസുകളൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ ഗംഭീരമായ നൃത്തച്ചുവടുകളുടെ അകമ്പടിയോടുകൂടെ മണവാളനെയും മണവാട്ടിയെയും വേദിയിലേക്ക് ആനയിക്കും. വേദിയിലേക്ക് നമ്മൾ കണ്ണു ചിമ്മുന്ന വിധത്തിൽ ലൈറ്റ് അറേഞ്ച്മെന്റുകളും പൂക്കൾ കൊണ്ട് മൊത്തം അലങ്കൃതമായ രാജകീയമായ സിംഹാസനം, മൊത്തത്തിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. നമ്മൾ ടേബിളിലേക്ക് നോക്കുമ്പോഴോ മീനുകളൊക്കെ ഇങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ പൊരിച്ചു വെച്ചിരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ചേർന്നെടുക്കാം. ഇഷ്ടമുള്ള തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ഏരിയ, പിന്നെ എന്താണ് വറുത്തതിന്റെ ഏരിയ, വെച്ചതിന്റെ ഏരിയ, ചാറിന്റെ ഏരിയ, മൊത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിരിക്കുന്ന ഒരു മനുഷ്യരെ പ്രീതിപ്പെടുത്താനുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ പള്ളിയിൽ എന്താ ചെയ്തത്? ഒരാൾ ബൊക്കെ വെക്കും എന്ന് പറയുമ്പോൾ അത് 4 അച്ഛൻ പറയുകയും 6 ബൊക്കെ വെക്കും. 4 വിവാഹം കാണിച്ച കുറച്ച് പൈസ, വിവാഹം കാണിച്ചിട്ട് തരും, പദവാനം കൊടുക്കാം, 1000 രൂപ തരാൻ ഒട്ടും സാമ്പത്തികം വെച്ച ആളുകൾ എന്നതാണ്. കുഞ്ഞു സഹോദരങ്ങളെ, നമ്മുടെ ജീവിതകാലം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കേണ്ട കർത്താവിന്, നമ്മളെ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ കടന്നു ചെയ്യേണ്ടത് ഈ കർത്താവിന്റെ സന്നിധിയിലേക്കാണ്. ഈ കർത്താവിനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് നേരമില്ല, നമുക്കതിന് സാമ്പത്തികമില്ല, നമുക്കതിന് സൗകര്യമില്ല. ആകെപ്പാടെ 2-3 ബൊക്കെ വയ്ക്കുന്നതിൽ നമ്മൾ അലങ്കാരങ്ങൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പൊട്ടിക്കാൻ നമുക്ക് ഒരു മടിയില്ല. ഈ ആഘോഷത്തിന്റെ അവസാനം മധ്യത്തിൽ ആറാടിക്കൊണ്ടുള്ള ഒരു ദൂർത്ത് മാർപ്പാടൊക്കെ കാണിച്ച് കർത്താവിനെ എങ്ങനെയൊക്കെ അപമാനിക്കാൻ അതൊക്കെ ചെയ്തുകൊണ്ടുള്ള ക്ലൈമാക്സ്. ജീവിതത്തിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും? 5-6 മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് അച്ഛൻ പറയാനുള്ളത്, മനുഷ്യരെ പ്രീതിപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാണ്? അവർ ഈ സദ്യയൊക്കെ കഴിഞ്ഞ് ഈ വിശിഷ്ടമായ വിഭവങ്ങളൊക്കെ കഴിച്ചു പോകുമ്പോൾ അവർ എന്താ പറയുന്നത്? അതുകൂടെ ആകാമായിരുന്നു, ഇത് വിൽപ്പത്തിൽ കുറയ്ക്കാമായിരുന്നു, ഇത് ഒന്ന് വരട്ടിയത് കൂടി വെക്കാമായിരുന്നു, ഇല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ അവർ പോകുന്നത്. എന്ത് കിട്ടി നമുക്ക്? ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് എന്ത് കിട്ടി? കല്യാണം ആഘോഷമൊന്നും വേണ്ടെന്നല്ല അച്ഛൻ പറയുന്നത്. പക്ഷെ ഒരു 50-50 എങ്കിലും ആക്കാനുള്ളൊരു മനസ്സ്, നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞിട്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ള ഒരു മനസ്സ്, അത് നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. അതിനുള്ളൊരു കൃപ കിട്ടാൻ വേണ്ടി നമുക്കിത് പരസ്പരം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.